ഹലോ. അപ്പോൾ എല്ലാവർക്കും വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ രാവിലെ കടയിൽ പോയിട്ട് കുറച്ച് സാധനങ്ങൾ മേടിച്ചിട്ട് വരുന്ന വഴിയാണ് കേട്ടോ. നമ്മളിവിടെ കുറേ ആയി സാമ്പാറും അവിയലൊക്കെ വെച്ചിട്ട്. സാമ്പാർ നമ്മളൊരു 1.5 മാസം മുന്നേ വെച്ചിട്ടുണ്ടായിരുന്നു. അവയിലൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നാട്ടിൽ ഓണത്തിനാണ് ആ സമയത്താണ് വെച്ചത്. അത് കഴിഞ്ഞപ്പം പിന്നെ വെച്ചിട്ടില്ല. അപ്പം ഞാൻ വിചാരിച്ചു എങ്ങനെയാണെങ്കിൽ ഇങ്ങനെ കുറച്ച് ഇതൊക്കെ എനിക്ക് ഉണ്ടാക്കാൻ ആഗ്രഹം തോന്നിയത് കഴിഞ്ഞ ദിവസം എനിക്ക് അളിയൻസ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ അതിൻ്റെ പഴയ എപ്പിസോഡൊക്കെ പുതിയതില്ലാത്ത ദിവസങ്ങളിൽ പഴയ എപ്പിസോഡൊക്കെ ഞാനിരുന്ന് കാണാറുണ്ട്. അപ്പോൾ അതിലൊരു എപ്പിസോഡിൽ നമ്മുടെ മുത്ത് സാമ്പാർ ഉണ്ടാക്കണ ഒരു എപ്പിസോഡുണ്ട്. ആ എപ്പിസോഡ് കണ്ടപ്പോഴാണ് എനിക്ക് ആഗ്രഹം തോന്നിയത്. എന്നാൽ അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ഇച്ചിരി അവിയലും കൂടെ ആക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ സാധനങ്ങളൊക്കെ മേടിച്ചു. നമ്മൾക്കിന്ന് രാവിലെ മെഡിക്കലുണ്ടായിരുന്നു. അപ്പം അതെല്ലാം കഴിഞ്ഞ് വന്നു. ഏട്ടൻ ഡ്യൂട്ടിക്ക് പോയി. ആ വഴി തന്നെ ഞാൻ വീട്ടിലോട്ടേക്കും പോന്നു. പിന്നെ വീട്ടിൽ വന്നിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാണ് ഞാൻ കടയിൽ പോയത്. ഇന്നലെ രാത്രിയാണെങ്കിലും നേരാവണ്ണം ഉറങ്ങാനും പറ്റുമെന്നില്ല. 2 മണിക്കൂറായിട്ട് നമ്മൾ ഉറങ്ങിയിട്ടുള്ളൂ. പിന്നെ ഫ്രൂട്ട്സ് ആണെങ്കിലും മേടിച്ചിട്ട് കുറച്ചായപ്പോൾ ഞാൻ മുന്തിരി, അവിടെ കറുത്ത മുന്തിരി, നമ്മുടെ കുരുവില്ലാത്ത മുന്തിരിയില്ലേ, അതാകുമ്പോൾ എളുപ്പമാണല്ലോ, തുപ്പിക്കളയണ്ട. അപ്പോൾ അതൊരു ബോക്സ് മേടിച്ച് ഞാൻ കഴുകി ഉപ്പിട്ട് വെള്ളത്തിൽ ഞാൻ കുറച്ച് നേരം മുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ പിന്നെ കൈയോടുകൂടെ തന്നെ നമ്മുടെ പരിപ്പ് വേവിക്കാൻ വെച്ചോട്ടെ. ഇപ്പം സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു ഉച്ചയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. ഉച്ചയ്ക്കാണ് നമ്മൾ രാവിലത്തെ ഭക്ഷണം കഴിച്ചത്. ഇനിയിപ്പം ഇടയ്ക്ക് അങ്ങനെ ഭക്ഷണമൊന്നും ഉണ്ടാവില്ല. ഏട്ടൻ രാത്രി 10 മണിക്കൊക്കെ ആവും വരിക. അതിന് ശേഷമായിരിക്കും നമ്മൾ ഭക്ഷണം കഴിക്കുക. ഇവിടുത്തെ നമ്മളൊരു റുട്ടീനൊക്കെ ഇങ്ങനെയാണ്. അത്ര ഹെൽത്തി ഒന്നുമല്ല, പക്ഷെ നമുക്ക് വേറെ നിവൃത്തിയില്ല. അപ്പോൾ ഞാൻ പിന്നെ നമ്മളുടെ കായം മുറിക്കാൻ നോക്കിയിട്ടേ മുറിക്കണില്ല. എന്നിട്ടൊരു മുതുക്ക് കഷ്ണമാണ് ഞാൻ അതിൻ്റെ ഉള്ളിലേക്ക് എടുത്തിട്ടത്. അതുകൊണ്ട് കറിയിൽ നിന്ന് കായത്തിൻ്റെ ഒരു കുത്തിച്ചിരി പൊടിക്ക് കൂടുതലായിരുന്നു, പക്ഷേ സംഭവം സെറ്റായിരുന്നു. അപ്പം നമ്മൾക്ക് ഇന്ന് പച്ചക്കറി നോക്കിക്കഴിഞ്ഞപ്പോൾ സാധാരണ ഞാൻ എല്ലാ ദിവസം പോകുമ്പോഴും അവിടെ മുരിങ്ങാക്കോല് കാണാറുണ്ട്. ഒരുപാട് മുരിങ്ങാക്കോലൊന്നുമല്ല. ചില ദിവസങ്ങളിൽ ഒരു 2 കോല് അല്ലെങ്കിൽ 3 കോല്, മാക്സിമം പോയി കഴിഞ്ഞാൽ 4 എണ്ണം. അപ്പം ഞാൻ ഉണ്ടാവുമല്ലോ, അറ്റ്ലീസ്റ്റ് ഒരെണ്ണെങ്കിലും ഉണ്ടാവുമല്ലോ എന്നുള്ളൊരു വിശ്വാസത്തിലാണ് ഞാൻ പോയത്. പക്ഷേ ആ പച്ചക്കറീൻ്റെ സെക്ഷൻ ഞാൻ മൊത്തം അരിച്ച് പിറക്കിയിട്ട് എനിക്ക് മുരിങ്ങാക്കോല് കിട്ടിയിട്ടുണ്ടായിരുന്നില്ലേ. അപ്പോൾ ഇന്ന് മുരിങ്ങാക്കോല് ഇല്ലാണ്ടാണ് വെക്കണേ. പിന്നെ ഈ പരിപ്പ്, ചെറുപയർ മുതലായ സാധനങ്ങളൊക്കെ വേവിക്കുമ്പോൾ ഈ ഒരു സാധനം ഇങ്ങനെ വരണുണ്ട് പത. നമ്മളിപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചു തുടങ്ങി. കാരണം കുക്കറിൽ വേവിക്കുമ്പോൾ നമ്മൾ അറിയണില്ലല്ലോ. ഇങ്ങനെ വേവിക്കുമ്പോൾ എപ്പോഴും ഇങ്ങനെ പൊങ്ങി വരും. ഞാനത് ഇപ്പം നമ്മൾ ഫുള്ളിട്ടാണ് വേവിക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പം ഇളക്കി കൊടുക്കുക അല്ലെങ്കിൽ ഇതുപോലെ ആക്കി കൊടുക്കുകയോ ചെയ്തില്ലെങ്കിൽ ആ പദം മൊത്തം പുറത്തോട്ട് വരിക. അതെന്താ സാധനം എനിക്ക് മനസ്സിലായിട്ടില്ല. അപ്പോൾ ഇത്രയും പച്ചക്കറിയൊക്കെ നമുക്കുള്ളൂ. അപ്പോൾ ഞാൻ പച്ചക്കറിയൊക്കെ നുറുക്കിയിട്ട് ഇച്ചിരി വെള്ളവും പിന്നെ നമ്മൾ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ടൊന്ന് വേവിക്കാൻ വെക്കുക. അപ്പുറത്തെ സൈഡിൽ നമ്മളുടെ പരിപ്പൊക്കെ സെറ്റായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറേ ആയി ഇങ്ങനെ വറുത്തരച്ചിട്ട് നമ്മളുടെ സാമ്പാർ വെച്ചിട്ട്. അപ്പോൾ ഇന്ന് അങ്ങനെ വറുത്തരച്ചിട്ട് സാമ്പാർ വെക്കാമെന്നാണ് വിചാരിക്കണം. എപ്പോഴും നമ്മൾ ജസ്റ്റ് മസാലകളൊക്കെ ഒന്ന് ചൂടാക്കിയിട്ടാണ് ചെയ്യുക. സാമ്പാർ പൊടി ഉപയോഗിച്ചിട്ട് കുറേ ആയി. പണ്ടൊക്കെ വീട്ടിൽ സാമ്പാർ പൊടിയാണ് യൂസ് ആക്കാറ്. പക്ഷേ ഞാൻ ഇങ്ങനെയൊക്കെ കുക്ക് ചെയ്ത് തുടങ്ങി പിന്നെ അങ്ങനെ സാമ്പാർ പൊടി നമ്മൾ യൂസ് ആക്കാറില്ല. നമ്മുടെ പൊടികളൊക്കെ കൂടെ ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് അങ്ങനെ ഇടുക ചെയ്യുക. അപ്പോൾ ഇപ്പോൾ ഇന്ന് എനിക്ക് തോന്നി അങ്ങനെയാണെങ്കിൽ നമുക്ക് ജസ്റ്റ് വറുത്തരച്ചൊന്ന് വയ്ക്കാം. ഒരുപാടായി. കഴിഞ്ഞ ഓണത്തിനാണെങ്കിലും വറുത്തരച്ചിട്ടല്ല വെച്ചതെന്ന് തോന്നണം. ചുമ്മാ പൊടികളൊക്കെ റോസ്റ്റ് ചെയ്തിട്ടാണ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇന്നങ്ങനെ വറുത്തരയ്ക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പുറത്തെ ചട്ടിയിൽ ഞാൻ ചട്ടി ചൂടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ സാമ്പാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അപാര ടേസ്റ്റൊന്നും ഇല്ല കേട്ടോ. പക്ഷെ തരക്കേടില്ലാത്ത രീതിയിലൊക്കെ വെക്കാം. ആദ്യമൊക്കെ വെക്കുന്ന സമയത്ത് വമ്പൻ ഫ്ലോപ്പായിരുന്നു. പിന്നെ വെച്ച് കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ ആവുന്നുണ്ട്. അപ്പോൾ പക്ഷെ എന്താണെന്നറിയില്ല, ഇപ്പോഴും ഞാൻ ഈ സാമ്പാർ, അവിയൽ, നമ്മുടെ സദ്യയുടെ ഐറ്റംസ് ഒന്നുമില്ല. ഞാൻ കുക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്ക് അതേ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ യൂട്യൂബിൽ സെർച്ച് ചെയ്തിട്ടേ ഞാൻ കുക്ക് ചെയ്യുള്ളൂ. അതെന്താണെന്ന് അറിയില്ല. ഇപ്പം സാധാ ഒരു മുട്ട പൊരിക്കണ ഒരു ഇതാണെങ്കിൽ പോലും ഞാൻ അന്ന് ഇങ്ങനെ യൂട്യൂബിൽ വെറുതെ അടിച്ചു കൊടുക്കും മുട്ട വറുത്തത് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഞാൻ ചുമ്മാ അടിച്ചെടുത്ത് നോക്കിയിട്ട് ആ വീഡിയോയിലൊക്കെ പറയണ പോലെ ഞാനിങ്ങനെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാറുണ്ട്. പണ്ടായിരുന്ന സമയത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് മമ്മി ഇങ്ങനെ റെസിപ്പീസൊക്കെ പണ്ട് പറഞ്ഞു തന്നിട്ട് എനിക്ക് കുക്കിംഗ് എന്തോ പണ്ട് മുതൽ ഇഷ്ടമായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു ബുക്കിൽ ഞാനിങ്ങനെ എഴുതി വെക്കുമായിരുന്നു കടലക്കറി ഉണ്ടാക്കുന്നത്, ചെറുപയർ ഉണ്ടാക്കുന്നത്. അപ്പോൾ അന്നെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എന്ത് സാധനം ഉണ്ടാക്കുമ്പോഴും ആ ബുക്ക് എൻ്റെ കയ്യിൽ വേണമായിരുന്നു. ചിലപ്പോൾ എനിക്ക് അറിയണ ഒരു റെസിപ്പി തന്നെ ആയിരിക്കും. എനിക്ക് ബുക്കും വീഡിയോസും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് എനിക്ക് അത് കുക്ക് ചെയ്യാൻ പറ്റുമായിരിക്കും. പക്ഷേ എൻ്റെ മൈൻഡിൻ്റെ ഒരു ഇതായിരിക്കും എനിക്ക് കുക്ക് ചെയ്യുന്ന സമയത്ത് ഒന്നില്ലെങ്കിൽ ആ ബുക്ക് വേണമായിരുന്നു, അല്ലെങ്കിൽ ഇപ്പോൾ എനിക്ക് ഏതെങ്കിലും ഒരു യൂട്യൂബിലെ വീഡിയോസ് അതിന് മുന്നേ കാണണമായിരുന്നു.
വീഡിയോസ് കാണുന്ന ശീലം ഇപ്പോഴും മാറിയിട്ടില്ല. എന്തുണ്ടാക്കണമെങ്കിലും ഞാൻ വെറുതെ ഒരു വീഡിയോ ആ ഐറ്റത്തിൻ്റെ കാണും. ചിലപ്പോൾ അവർ പറയണ പോലെയൊന്നും ആയിരിക്കില്ല ഞാൻ ഉണ്ടാക്കുക, പക്ഷേ എന്താണെന്ന് എനിക്കറിയാൻ പാടില്ല. ഒരു കറി ഉണ്ടാക്കുന്നതിന് മുന്നേ അതിനെ പറ്റിയിട്ടുള്ളൊരു വീഡിയോ ഞാൻ യൂട്യൂബിൽ കാണും. അപ്പോൾ നമ്മളുടെ ഈ തേങ്ങേൻ്റെ ഇതൊക്കെ അവിടെ റെഡി ആയിട്ട് തേങ്ങ ഇട്ടിട്ടുണ്ട്. അതിൽ വറ്റൽമുളക്, വേപ്പില, പിന്നെ എന്താ ഇട്ടിരിക്കണേ, ഒരു കഷ്ണം വെളുത്തുള്ളി, പിന്നെ കുറച്ച് ജീരകം, പിന്നെ ഒരു 1/2 സ്പൂണോളം മുളക്, മഞ്ഞൾപ്പൊടി. മുളക് ഞാൻ 1/2 സ്പൂൺ ഇട്ടിട്ടുള്ളൂ, കാരണം വറ്റൽമുളക് നമ്മൾ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. പിന്നെ ഞങ്ങൾക്കിവിടെ എരിവ് തീരെ കുറവാണ്, അതുകൊണ്ട് നമ്മൾ അത്രേ ആഡ് ചെയ്യുന്നുള്ളൂ. പിന്നെ ഒരു 2 സ്പൂണോളം മല്ലിപ്പൊടിയും കൂടെ ആഡ് ചെയ്തിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് ആ ഒരു പച്ചമണം മാറുന്നവരെയൊക്കെ ചെയ്തു. എല്ലാവരും ചെയ്യണ പോലെയൊക്കെ തന്നെ കേട്ടോ. എനിക്കിതിൻ്റെ കറക്റ്റ് വറവില്ലേ അറിയില്ല, എനിക്കിപ്പോഴും സത്യം പറഞ്ഞാൽ അറിയില്ല. സോ ചില സമയത്ത് എനിക്ക് ഞാൻ വറക്കുമ്പോൾ ആ ഒരു വറവ് കൂടിപ്പോവും, ചില സമയത്ത് കുറച്ചും കൂടെ മുരിയാനുണ്ടാവും. ഇന്നിപ്പം ഏകദേശം ഏതാണ്ട് കൊത്ത് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. അത് അപ്പോഴത്തേക്കും നമ്മളുടെ പച്ചക്കറികൾ കൂടെ അവിടെ വെന്തിട്ടുണ്ട്. ആദ്യമായിട്ടാണ് മുരിങ്ങക്കോലില്ലാണ്ട് സാമ്പാറൊക്കെ വെക്കണേ കേട്ടോ. പിന്നെ ഞാൻ എപ്പോഴും ഇതൊരു വീഡിയോയിൽ ഞാൻ കണ്ടതാണ്, ഇപ്പം ഞാൻ ഇങ്ങനെ ചെയ്യാറ്. മൊത്തം വെള്ളിയാണല്ലോ. വെണ്ടയ്ക്കയും തക്കാളിയും ഞാൻ ഇതുപോലെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഞാൻ മൂപ്പിക്കുകയും ചെയ്യുക. ഇതുപോലെ ഞാൻ തേങ്ങ വറുത്തില്ല എന്നുണ്ടെങ്കിൽ ഈ വെണ്ടയ്ക്കയുടെ ഇതിൻ്റെ ഉള്ളിലോട്ടായിരിക്കും ഞാൻ നമ്മളുടെ പൊടികളൊക്കെ കൂടെ വറുത്ത് ചെയ്യുന്നത്. അപ്പോൾ അത് അങ്ങനെ ചെയ്യുമ്പം നല്ല ടേസ്റ്റാണ് കേട്ടോ. വറുത്തരയ്ക്കണ പോലത്തെ ജസ്റ്റ് ഫീലൊക്കെ നമുക്ക് വരും. അപ്പോൾ നമ്മളുടെ പച്ചക്കറി ഞാനിങ്ങനെ വെന്ത് സെറ്റായി കഴിഞ്ഞ് കഴിഞ്ഞപ്പം നമ്മളുടെ പരിപ്പും നമ്മുടെ കായും കൂടെ നമ്മൾ വേവിച്ച് വെച്ചേക്കണതും കൂടെ അതിൻ്റെ ഉള്ളിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ നമ്മളുടെ തേങ്ങേൻ്റെ ചൂടൊക്കെ ആറി കഴിഞ്ഞ് കഴിഞ്ഞപ്പം നന്നായിട്ട് ഞാൻ അരച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ഈ തവണ എന്താണെന്ന് എനിക്കറിയില്ല, എനിക്ക് വെള്ളമൊക്കെ ചേർക്കാണ്ട് നല്ലപോലെ അരഞ്ഞ് കിട്ടിയിട്ടുണ്ടായിരുന്നു. വീട്ടിലൊക്കെ ആവുമ്പോൾ ഞാൻ എന്ത് ചെയ്ത് എനിക്ക് അരച്ചറിയൂല, അപ്പം ഞാൻ വെള്ളം ചേർക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ടേസ്റ്റ് നമുക്ക് കുറയണ പോലെ തോന്നൂലോ. തോന്നണതല്ല, ഉള്ളതാണെന്ന് തോന്നണു. എന്താണാവോ ഇന്ന് അപ്പം നന്നായിട്ട് എനിക്ക് നല്ല രീതിയിൽ ആ പാകത്തിന് മൊരിഞ്ഞ് വന്നതുകൊണ്ടാണെന്ന് തോന്നണു ഞാൻ വെള്ളമൊന്നും ചേർക്കാണ്ട് തന്നെ എനിക്ക് നന്നായിട്ട് അരഞ്ഞ് കിട്ടി. പിന്നെ ഞാൻ ഇതിൽ സാധാരണ ഞാൻ തേങ്ങ വറക്കണ സമയത്ത് കുറച്ച് വെളിച്ചെണ്ണ ആഡ് ചെയ്യാറുണ്ട്. ഇന്ന് ഞാൻ വെളിച്ചെണ്ണയും ആഡ് ചെയ്തില്ല. അപ്പോൾ എന്താണെന്ന് എനിക്കറിയാൻ പാടില്ല. ഇനിയിപ്പോൾ വെളിച്ചെണ്ണ ആഡ് ചെയ്യാത്തത് കൊണ്ടാണോ അല്ലെങ്കിൽ നല്ല രീതിക്ക് പാകത്തിന് മൊരിഞ്ഞ് വന്നതുകൊണ്ടാണോ എന്ന് എനിക്കറിയാൻ പാടില്ല. നല്ല കറക്റ്റായിട്ട് എനിക്ക് വെള്ളമൊന്നും ചേർക്കാണ്ട് നല്ലപോലെ അരഞ്ഞ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പുളിയൊക്കെ പിഴിഞ്ഞൊഴിച്ചു. നമ്മളുടെ മിക്സും കൂടെ തേങ്ങേൻ്റെ മിക്സും കൂടെ ഒക്കെ വെച്ചിട്ട് സാമ്പാർ ഒരു തരത്തിൽ അവിടെ റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ജസ്റ്റ് അതൊന്ന് തിളച്ച് കഴിയുമ്പോഴത്തേക്കും സെറ്റ് ആയിക്കോളൂല്ലോ. നന്നായിട്ട് കുറുകി നല്ല എനിക്ക് സാമ്പാർ ഇഷ്ടപ്പെട്ടു. ഏട്ടനും സാമ്പാർ ഇന്നത്തെ ഇഷ്ടപ്പെട്ടു. അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലുമൊക്കെ കുറവുകൾ വരാറുണ്ട്. ചിലപ്പോൾ എനിക്ക് വെള്ളം കൂടി പോകാറൊക്കെ ഉണ്ട്. ഇതിപ്പോൾ നല്ല കൊഴുപ്പോടുകൂടെ നല്ല സെറ്റായിട്ട് സംഭവം കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ കൈയോടെ താളിച്ചൊഴിച്ചു, വെളിച്ചെണ്ണ ഒഴിച്ച് കടുകും ഉലുവയും പൊട്ടിച്ചിട്ട് ഞാൻ നമ്മളുടെ വറ്റൽമുളകും വേപ്പിലയും കൂടി ഇട്ടിട്ട് അതൊന്ന് താളിച്ചൊഴിക്കാം കേട്ടോ. മല്ലിയില ഇടാൻ വേണ്ടിയിട്ട് ഞാൻ മറന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഞാൻ അതിൻ്റെ ഉള്ളിലേക്ക് അരിഞ്ഞിട്ടത്. പിന്നെ ഇളക്കാനൊന്നും നിന്നില്ല, മടി. അപ്പോൾ നമ്മുടെ സാമ്പാർ റെഡി ആയിട്ടുണ്ട്. ഇവിടെ വെട്ടം കുറവായിരിക്കും കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ അവിയലിനുള്ള പരിപാടി തുടങ്ങാം. ഒരുപാട് കഷ്ണങ്ങളൊന്നും കിട്ടിയിട്ടില്ല. ഈ ഒരു കഷ്ണങ്ങളൊക്കെ തന്നെ ഉള്ളൂ. നമുക്കൊരു അഡ്ജസ്റ്റ്മെൻറ്റിൽ അങ്ങ് ഉണ്ടാക്കാം. അപ്പോൾ ഇതിലും നമ്മുടെ മുരിങ്ങയ്ക്കയില്ല. ഞാൻ ഉള്ള പച്ചക്കറി, സാമ്പാറിനിട്ട പച്ചക്കറി വെണ്ടയ്ക്ക ഒഴിവാക്കിയിട്ടു. വഴുതനങ്ങ ഇല്ല. അല്ലാത്ത പച്ചക്കറികളും ഒരു 4 പച്ചമുളകും പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഒരു ഇച്ചിരി വളരെ ചെറിയതായിട്ട് മുളക് പൊടി ഇട്ടു. എപ്പോഴും പറയണ പോലെ നമുക്ക് തീരെ എരിവില്ല, ഭയങ്കര എരിവ് കുറവാണ്. ഏട്ടനൊക്കെ പണ്ട് എരിവ് ഉണ്ടായിരുന്നു. ഏട്ടൻ്റെ വീട്ടിലൊക്കെ നല്ല എരിവുണ്ട്. എൻ്റെ വീട്ടിൽ ഒട്ടും എരിവില്ല. ഏട്ടൻ എൻ്റെ കൂടെ കൂടി പിന്നെ അങ്ങനെ ആ ഒരു ശീലമായി. സാധാരണ നേരെ തിരിച്ചാൽ വരാറ്. പക്ഷേ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കാരണം എരിവ് അങ്ങനെ ഒരുപാട് കഴിക്കണ ശരീരത്തിന് നല്ലതൊന്നും അല്ലല്ലോ. അപ്പോൾ എരിവ് പിന്നെ കുറച്ച് തുടങ്ങി. ഇപ്പം ഞാൻ എരിവ് എങ്ങനെയെങ്കിലും അബദ്ധത്തിൽ കൂടുതൽ ഇട്ട് കഴിഞ്ഞാൽ ഏട്ടന് കഴിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഇപ്പം നമ്മുടെ ഇവിടെ പൊതുവേ എരിവ് എല്ലാത്തിനും കുറവാണ്. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം, വളരെ ലേശം വെള്ളം ഒഴിച്ചിട്ട് ഞാനൊന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. പണ്ട് അവിയൽ ഉണ്ടാക്കുമ്പോൾ ഞാൻ കുക്കറിലാണ് വേവിക്കാറ്. അപ്പം
ഒരു സമയത്തും എൻ്റെ അവിയൽ ശരിയാവാറുണ്ടായിരുന്നില്ല, കാരണം കുഴഞ്ഞു പോവുമായിരുന്നു. ഓൾറെഡി ഞാൻ അങ്ങനെ കുക്കറിൽ വേവിക്കുമ്പോൾ കുഴയും, പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് തൈരും കൂടെ ആഡ് ആക്കുമല്ലോ, അപ്പോൾ കുറച്ചും കൂടെ കുഴയും. ഇന്നങ്ങനെ വലിയ തിരക്കേടില്ലാണ്ട് കിട്ടിയത്. എൻ്റെ അടുക്കള എടുക്കണുണ്ട്, ഇത്ര ഉണ്ടാക്കിയുള്ളൂ പച്ചക്കറി, കുഞ്ഞടുക്കള ചെയ്തുകൊണ്ടേ നമ്മൾ ആ പച്ചക്കറി എല്ലാം കൂടെ അവിടെ ഇട്ട് എല്ലാം കൂടെ ആയിക്കഴിഞ്ഞപ്പം ആകെപ്പാട് അലങ്കോലായി. അപ്പോൾ ഞാൻ കൈയോടുകൂടെ തന്നെ അങ്ങ് എന്തായൊക്കെ കഴുകി വെക്കാമെന്ന് വിചാരിച്ചു. നമ്മുടെ കുഞ്ഞടുക്കളയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ 2-3 കറികൾ, പിന്നെ ഇന്ന് ഈ പച്ചക്കറികളൊക്കെ ആകുമ്പോൾ നമുക്ക് ഒരുപാട് പച്ചക്കറികളുണ്ടല്ലോ, അപ്പം അതൊക്കെ കൂടെ ഞാനിങ്ങനെ ഓരോരോ കവറുകളായിട്ട് അങ്ങനെ വെച്ച് കഴിഞ്ഞപ്പോൾ ആ സ്ലാബ് മൊത്തം നിറഞ്ഞിട്ട് മഹാ അലമ്പായിട്ട് അങ്ങ് കിടക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ അവിയലിൻ്റെ കഷ്ണങ്ങൾ ഞാൻ വേവിക്കാൻ വേണ്ടി വെച്ചിട്ട് കൈയോടുകൂടെ പാത്രങ്ങളൊക്കെ കഴുകി ഒന്ന് സെറ്റാക്കി വെച്ചു. ഇടയ്ക്ക് ഞാൻ അവിയൽ പോയിട്ട് ഇളക്കണം കേട്ടോ, അത് മറന്നിട്ടില്ല. കുറച്ച് വെള്ളം ഒഴിച്ചുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് അടിയിലൊക്കെ പിടിക്കേണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അങ്ങനെ അടി പിടിച്ച് തുടങ്ങുമ്പോഴത്തേക്കും ഞാൻ ജസ്റ്റ് വെള്ളമൊന്നും ഇങ്ങനെ തളിച്ചൊക്കെ കൊടുത്തിട്ട് സെറ്റ് ചെയ്തെടുക്കുകയാണ്. കാരണം ഒരുപാട് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ എനിക്ക് പണി കിട്ടും. അപ്പോൾ അങ്ങനെ വേവിച്ചുകൊണ്ടിരിക്കുക. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് എൻ്റെ സാമ്പാർ പൊക്കി നോക്കണതാണ്. അപ്പോൾ അതേ പിന്നെ ഞാൻ അവിയലിന് ലാസ്റ്റ് നമ്മളുടെ അതൊന്നും ഞാൻ കാണിച്ചില്ല കേട്ടോ, നമ്മുടെ അരപ്പൊക്കെ ചേർത്തിട്ടുണ്ടായിരുന്നു. അവിയലിലേക്ക് ഞാൻ അരപ്പൊക്കെ ചേർത്ത് നമ്മുടെ സംഭവമൊക്കെ സെറ്റായിട്ടുണ്ട്. പിന്നെ സാധാരണ എല്ലാ മനുഷ്യരും കറി ഉണ്ടാക്കണേക്കാട്ടിലും മുന്നേ ചോറ് അടുപ്പത്തിടും. ഞാൻ നേരെ തിരിച്ചാണ് കേട്ടോ. സാമ്പാറും അവിയലും എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത് ചോറ് വെക്കണമല്ലോ എന്ന്. കാരണം രാത്രി നമ്മളിപ്പോൾ കുറച്ച് നാളായിട്ട് ചപ്പാത്തിയാണല്ലോ കഴിക്കണേ, ആ ഒരു ഓർമ്മയിൽ ഞാൻ അങ്ങനെ ഇരുന്നതാണ്. പിന്നെ സാമ്പാറും അവിയലായപ്പോഴത്തേന് ചോറ് മതിയെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അപ്പോഴാണ് ഞാൻ ഓർത്തത്. പിന്നെ സമയമുണ്ട്, ഇപ്പോഴെന്തോ 5 മണിയോ 4:30 ഒറ്റ സമയമാവാൻ വേണ്ടിയിട്ടേ പോകണുള്ളൂ. അപ്പോൾ നമ്മളൊക്കെ എന്തായാലും സമയമുണ്ട്. അപ്പോൾ ഞാൻ അടുപ്പത്തേക്ക് നമ്മളുടെ അരി ഇട്ടു. പിന്നെ കൈയോടുകൂടെ എന്താണ്ടൊക്കെ കഴുകാനും വൃത്തിയാക്കാനൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം കൂടെ ചെയ്തു. പിന്നെ ഞാൻ തൂക്കാൻ വേണ്ടിയിട്ട് പോയിട്ടോ. ഞങ്ങൾ ഇന്നലെ രാവിലെ തന്നെ ഇന്ന് നമ്മൾ മെഡിക്കലിന് പോയെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഏട്ടൻ ഇന്നലെ നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് 4 മണിക്കാണ് വന്നേ. നമ്മൾ ഉറങ്ങിയപ്പോൾ 5 മണിയായി. 8 മണി എന്തായപ്പോഴത്തേക്കും നമ്മൾ ഉറങ്ങി. പിന്നെ 6 മണി 7 മണി 3 മണിക്കൂറേ നമ്മൾ ഉറങ്ങിയുള്ളൂ. പക്ഷെ എന്താണെന്ന് അറിയാൻ പാടില്ല. ഇപ്പം ഇങ്ങനെ ഉറക്കമൊക്കെ കുറഞ്ഞ ആ ഒരു ശീലം ആയതുകൊണ്ടാണോ എന്ന് എനിക്ക് അറിയാൻ പാടില്ല, ഉറക്കി വന്നേയില്ല. ഞാൻ വിചാരിച്ചത് ഞാൻ പോയി വന്ന് ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് ഞാൻ മിക്കവാറും കിടന്നുറങ്ങുമെന്നാണ് വിചാരിച്ചത്. പക്ഷെ ഇന്നലെ രാത്രി ഏട്ടൻ വന്ന് 11-11:30 ഇതിന് ഭക്ഷണം 10 മണിക്ക് വന്നു. ഭക്ഷണമൊക്കെ കഴിച്ച് കുറച്ച് നേരം ഇരുന്ന് 11 എന്തോ ആയപ്പോഴാണ് നമ്മൾ ഉറങ്ങിയത്. ഇപ്പം പിന്നെ ആ ഒരു റൊട്ടീനിലോട്ട് ആയതുകൊണ്ട് ഉറക്കമൊക്കെ കുറഞ്ഞു തുടങ്ങിയെന്ന് തോന്നുന്നു. പക്ഷെ എനിക്ക് ഞാൻ ഭയങ്കര ഉറക്കഭ്രാന്തിയാണ്. എനിക്ക് നന്നായിട്ട് ഉറങ്ങണം. എനിക്ക് ഉറങ്ങിയില്ലെങ്കിൽ എനിക്ക് നല്ല ദേഷ്യം വരും, വേറെ ഒരു കാര്യവും ചെയ്യാനും തോന്നിയില്ല. അതിപ്പോൾ എനിക്കെന്നല്ല, കുറേ ആൾക്കാർക്ക് അങ്ങനെ തന്നെയാണ്. ഇപ്പം നല്ല രീതിക്ക് എനിക്ക് ഉറങ്ങണം. ചില ആൾക്കാർക്കൊക്കെ അവർ ഉറങ്ങില്ല എന്ന് പറഞ്ഞുകൊണ്ട് മറ്റുള്ളവരെയും ഉറക്കാതിരിക്കുന്ന ഒരു ശീലമുണ്ട്, എനിക്കതിഷ്ടമല്ല. ലൈക്ക് ഉറക്കം എന്നൊക്കെ പറഞ്ഞാൽ ശരിക്കും നമ്മൾ നല്ല രീതിക്കൊന്ന് ഉറങ്ങി എഴുന്നേറ്റാലാണ് നമ്മൾക്ക് എന്താ പറയുക, പ്രൊഡക്റ്റീവായിട്ട് നമ്മൾക്ക് ഒരു ദിവസം നന്നായിട്ട് എല്ലാ കാര്യങ്ങളും വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം നന്നായിട്ട് അങ്ങ് ഉറങ്ങുക. അപ്പം ഞാനിങ്ങനെ ചില കുഞ്ഞു പിള്ളേരെ കാണുമ്പോൾ അവർ നമ്മൾ ഉറക്കാൻ വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് അവരിങ്ങനെ ഉറങ്ങടി എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കില്ലേ. അപ്പോൾ ഞാൻ പണ്ട് ലോറയുടെ അടുത്ത് ചേട്ടൻ്റെ കൊച്ചിൻ്റെ അടുത്തൊക്കെ അവൾക്ക് ഇതുപോലെ ഉറങ്ങാൻ ഭയങ്കര മടിയായിരുന്നു. അപ്പോൾ ഞാൻ പറയും, ഇപ്പോഴേക്കും ഉറങ്ങാൻ പറ്റുള്ളൂ, ഒരു പ്രായം കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ പിന്നെ ഉറങ്ങണേനായിരിക്കും ആൾക്കാർക്ക് പ്രശ്നം, അതുകൊണ്ടുള്ള സമയത്ത് ഉറങ്ങിക്കോളാൻ പറയും. അപ്പം എനിക്ക് ഉറങ്ങണം. ഇപ്പം എന്തോ ഉറക്കം കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഏട്ടൻ വന്നു കഴിഞ്ഞ് ഭക്ഷണം കഴിച്ച് കുറച്ച് നേരം കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് എവിടെ നിന്നാണ് ഉറക്കം വരെയെന്ന് അറിയില്ല, ഞാൻ വേഗം കിടന്നുറങ്ങും. അപ്പോൾ അങ്ങനെ ഇന്ന് ഉറക്കം കുറവായിരുന്നു കേട്ടോ, നമ്മൾക്ക് രാവിലെ വന്നുകൊണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ നമ്മളുടെ ക്ലീനിങ്ങിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞു കേട്ടോ. പിന്നെ അത് കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ചായ കുടിക്കുകയാണ്. ഇപ്പം സമയം എനിക്ക് തോന്നുന്നു 5-6 മണി എന്തോ ആണെന്ന് തോന്നുന്നു. ഞാൻ തല കഴുകിയില്ല. ഇവിടെ ഞാൻ പറഞ്ഞില്ല, ഇവിടുത്തെ വെള്ളത്തിൽ കുളിച്ച് കഴിഞ്ഞാൽ നമ്മുടെ തലയിൽ താരനൊരു കണക്കുമില്ല. ഇപ്പം എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. എന്തെങ്കിലും ഒരു ഡെർമറ്റോളജിസ്റ്റിനൊക്കെ പോയി കാണണമെന്ന് തോന്നുന്നു. കാരണം അമ്മാതിരി താരനാണ്, തലയിൽ കൈ വെക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ്. ഇങ്ങനെ ജസ്റ്റ് ഒന്നിങ്ങനെ ഞാനൊന്ന് മൂടി ചീകി കൈ കൊണ്ട് ഒതുക്കുമ്പോഴത്തേക്കും കുറേ പൊടി അങ്ങ് വീഴുവാണ്. നമ്മളിവിടെ ആദ്യം ഒരു നെല്ലറയുടെ കാപ്പിപ്പൊടി മേടിച്ചിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഞാൻ റേറ്റ് നോക്കിയിട്ട് മേടിച്ചതായിരുന്നു. അതിന് റേറ്റ് കുറവായിരുന്നു, പക്ഷെ ഭയങ്കര പൊട്ടിയായിരുന്നു ആ നെല്ലറയുടെ
കാപ്പിപ്പൊടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇതുവരെ മേടിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ ഇന്ന് പോയിട്ട് നമ്മുടെ റെഡ് ലേബൽ അല്ലേ, റെഡ് മഗ്ഗോ, അതിൻ്റെ സംഭവം നമ്മൾ ഇൻസ്റ്റൻറ്റ് മേടിച്ചു. ഇത് സൂപ്പറാണ്. അപ്പോൾ ആ ഒരു കാപ്പിപ്പൊടി തീരണതിന് മുന്നേ തന്നെ ഞാനത് കാട്ടിക്കളഞ്ഞു. കാരണം നമുക്കതുകൊണ്ട് കുടിക്കാൻ പറ്റണില്ല, ഭയങ്കര ഒരു വൃത്തികെട്ട ചൊകയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് കുറേ നാളായിട്ട് കട്ടൻ കാപ്പി മാത്രമേ കുടിക്കണ്ടായിരുന്നു, പാൽ കാപ്പി കുടിക്കണ്ടായിരുന്നില്ല. എനിക്ക് ചായനേക്കാട്ടിലും എനിക്ക് കുടിക്കാൻ ഇഷ്ടം കാപ്പിയാണ്. അപ്പോൾ ഇന്നലെ കടയിൽ പോയി കഴിഞ്ഞപ്പോൾ നമ്മൾ ഈ ഒരു സംഭവം മേടിച്ചു. അപ്പോൾ ഞാനങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം നമ്മൾ കാപ്പിയൊക്കെ ഇട്ട് കുടിച്ചു. ഇനിയിപ്പോൾ നമ്മൾ വേറെ ഭക്ഷണമൊന്നും കഴിക്കുന്നില്ല. ഇടയ്ക്ക് ഞാൻ വിശന്നപ്പോൾ കുറച്ച് ആ മുന്തിരിയൊക്കെ എടുത്ത് കഴിച്ചു. പിന്നെ നമ്മൾ ചായയൊക്കെ കുടിച്ചിട്ട് കുറച്ച് നേരം അവിടെ ചില്ല് ചെയ്തിരിക്കും. അപ്പോൾ മോഹൻലാലിൻ്റെ ദശരഥം കണ്ടുകൊണ്ടാട്ടോ ഞാൻ ചായ അടിച്ചുകൊണ്ടിരിക്കണേ. ഞാനൊരു റീൽസ് നോക്കി കഴിഞ്ഞപ്പോൾ അതിനുള്ളിലൊരു സീൻ കണ്ടു. ഏറ്റവും ലാസ്റ്റത്തെ മാഗിനെ സ്നേഹിക്കാവോ എന്നൊക്കെ ചോദിക്കണ ഒരു സീനില്ലേ. അപ്പോൾ ആ സീൻ കണ്ടപ്പോൾ എനിക്ക് സിനിമ കാണാൻ വേണ്ടി തോന്നി. അപ്പോൾ ഇന്ന് ഏട്ടൻ നേരത്തെ വന്നു, എന്നോട് പറഞ്ഞില്ല. അപ്പോൾ ഞാൻ മുട്ട വറുത്തിട്ടുണ്ടായിരുന്നില്ല, മുട്ടയും പപ്പടവും കൂടെ കാച്ചണം. മുട്ട പ്ലാനിൽ ഉണ്ടായിരുന്നില്ല. ഏട്ടൻ വന്നു കഴിഞ്ഞപ്പം ഏട്ടന് വേണമെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ ഞാൻ ചുവന്നുള്ളിയും കുറച്ച് ഉപ്പും നമ്മളുടെ വറ്റൽമുളകില്ലേ അതൊക്കെ കൂടെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് വേഗം തന്നെ ഒരു മുട്ട പൊരിക്കുക. 10 മണിക്ക് വരേണ്ട ആൾ 9 മണിക്ക് വന്നു. ഞാൻ 9:45 ആകുമ്പോഴത്തേക്കും ഏട്ട വരണേക്കാട്ടിലും മുന്നേ മുട്ട പൊരിച്ച് പപ്പടം കാച്ചി സെറ്റ് ചെയ്തിരിക്കാമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. പറയാണ്ട് അങ്ങേര് നേരത്തെ വന്നു. അപ്പോൾ അതേ മുട്ടയും കൂടെ വറക്കാൻ വേണ്ടിയിട്ട് പോവാട്ടോ. പിന്നെ സാമ്പാറിൻ്റെ ചൂടൊക്കെ ഇപ്പോഴേ തന്നെ ആറിയിട്ടുണ്ടായിരുന്നു. അപ്പം എല്ലാ സാമ്പാറും കൂടെ പിന്നെയും ചൂടാക്കിയിട്ട് അപ്പം കഴിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വെച്ചാൽ പിന്നെ ചിലപ്പോൾ അത് കേടാവും, അല്ലെങ്കിൽ നമ്മളത് ചൂടാറിയിട്ട് വേണം ഫ്രിഡ്ജിലെടുത്ത് വെക്കാൻ. അത്രയും നേരം നമ്മൾ വെയിറ്റ് ചെയ്തൊക്കെ ഇരിക്കേണ്ടത്. അപ്പം ഞാൻ രാത്രിയിലത്തേക്ക് ആവശ്യമുള്ളത് മാത്രം ഞാൻ വേറൊരു പാത്രത്തിലേക്ക് പകർത്തിയിട്ട് മറ്റതെടുത്ത് ഞാൻ ഫ്രിഡ്ജിലോട്ടേക്ക് വെച്ചു. അപ്പം നമ്മൾക്ക് ഇനിയിപ്പോൾ ഒരു 2 ദിവസത്തേക്ക് ഉണ്ടാവുമല്ലോ. നാളെ രാവിലത്തേക്ക് ഉണ്ടാവും, ചിലപ്പോൾ പിറ്റേ ദിവസത്തേക്ക് ഉണ്ടാവും, പിന്നെയും വേണമെങ്കിൽ പിറ്റേ ദിവസത്തേക്ക് ഉണ്ടാവും സാമ്പാർ വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ ഞാൻ അങ്ങനെ കുറച്ചെടുത്തിട്ട് അതൊന്ന് ചൂടാക്കിയിട്ട് ഇപ്പോൾ കഴിക്കാൻ വേണ്ടിയിട്ട് പോവാം. എനിക്കങ്ങനെ എല്ലാ കറികൾക്കും ചൂട് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷേ എൻ്റെ കിട്ടുവിന് അങ്ങനെയാണ്, എന്ത് കറി കഴിച്ചാലും ചൂടോടുകൂടി അങ്ങനെ കഴിക്കുള്ളൂ. പിന്നെ ഞാൻ കുറച്ച് പപ്പടവും മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും സാമ്പാർ അവിയലല്ലേ, നമ്മളുടെ സദ്യയുടെ ഒരു മിനി വേർഷൻ ആണല്ലോ. പപ്പടത്തിൻ്റെ കുറവും കൂടെ വേണ്ടാന്ന് വിചാരിച്ചിട്ട് പപ്പടം കൂടെ ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഞാനന്ന് ഏതോ ശ്രീലങ്കക്കാരുടെ പപ്പടം മേടിച്ചില്ല, അത് എൻ്റെ കണ്ണിന് കാഴ്ചയില്ലാത്തതുകൊണ്ടാണ്. നമ്മുടെ പച്ചക്കറീൻ്റെ മേലത്തെ ടോപ്പിൽ ഇഷ്ടം പോലെ നമ്മളുടെ സാധാ കേരളത്തിൻ്റെ പപ്പടം ഇവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ അത് നോക്കി നല്ല അടിപൊളി പപ്പടമൊക്കെ മേടിച്ചു. നല്ല സെറ്റായിട്ട് പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നു. സാധാരണ പണ്ട് ഞാൻ ഇവിടുത്തെ പപ്പടം മേടിക്കുമ്പോൾ നാട്ടിലെ പോലെ പൊങ്ങി വരാറുണ്ടായിരുന്നില്ല, ഇത് നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ എല്ലാം കൂടെ കൂട്ടി, ഞാൻ ക്യാമറ വെച്ചിട്ടായിട്ട് നോക്കണതാണ്, എല്ലാം കൂടെ കൂട്ടി നമ്മൾ ഭക്ഷണം കഴിച്ചു. പച്ചക്കറി കഴിക്കുമ്പോൾ സദ്യ എന്താ പറയുക, സാമ്പാർ അവിയലൊക്കെ കൂടെ കഴിച്ചാൽ പെട്ടെന്ന് വയറ് നിറഞ്ഞു. അപ്പോൾ പിന്നെ അത്രയേ ഉള്ളൂ. ഞാൻ ക്യാമറ ഓഫ് ചെയ്യാൻ വേണ്ടി ഓടുകയാണ്. അപ്പോൾ ടാറ്റ.